പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കുടുംബജീവിതത്തിൽ ചിലപ്പം ഒരു വ്യക്തിക്ക് എല്ലാ കാര്യത്തിൻ്റെ മേലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കും. അവരുടെ എഫേർട്ടും ഇമോഷൻസും ഒക്കെ കൺട്രോൾ ചെയ്ത് ജീവിപ്പാൻ അറിയാവുന്നൊരു കൂട്ടർ കാണും. എന്നാൽ ചിലപ്പോൾ കൂട്ടാളി അവരുടെ സമയം, അവരുടെ എനർജി, അവരുടെ ഇമോഷന്, അവരുടെ എഫേർട്ട് നല്ലതുപോലെ കുടുംബജീവിതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. ചിലർ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സാധാരണ നമ്മൾ പറയുന്നൊരു ടേമുണ്ട്, വൺ സൈഡഡ് മാരേജ്. ഒരു വാക്യം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സസ് 23 and 24. അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. പ്രൈസ് ഗാഡ്. ഈ പാസേജ് ഇന്നത്തേത്, ഈ 2 വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 2 നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മാരേജിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് തുടക്കത്തിൽ തന്നെ തനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, തനിക്കൊരു ഡിസൈൻ ഉണ്ടായിരുന്നു. ആ ഡിസൈനിൽ ഹസ്ബൻഡും വൈഫും ഒന്നായി ചേരുക. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹാസ് ടു ബി യുണൈറ്റഡ് ആസ് വൺ. നോട്ട് ജസ്റ്റ് ദ physical oneness, but also spiritual and emotional union. ഒരു വൺ സൈഡഡ് മാരേജിൽ ഒരു വ്യക്തി എല്ലാ ജോലിയും, എല്ലാ കാര്യങ്ങളും, എല്ലാ പരിശ്രമങ്ങളും നടത്തും. എന്തിനാണെന്നറിയാമോ? മാരേജ് ബെറ്ററാകാൻ. 2 പേരിൽ ഒരാൾ മാരേജ് നല്ലതായിട്ട് പോകണം, കുടുംബജീവിതം നല്ലതായിട്ട് പോകണം, ഐക്യതയോടെ പോകണം, സ്നേഹത്തോടെ പോകണം, അത് ലാസ്റ്റ് ചെയ്യണം എന്നുള്ള ധാരണയോടെ ജീവിതം തുടങ്ങുമ്പോൾ മറ്റേ വ്യക്തി കൺസേണേ ആയിരിക്കത്തില്ല ഈ മാരേജ് എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഉള്ളതങ്ങ് വിട്ടുകളയും. എന്നാൽ ശ്രദ്ധിക്കുന്ന വ്യക്തി, ഞാൻ പറയട്ടെ, കുറേ പോകുമ്പോൾ തൻ്റെ പരിശ്രമങ്ങൾ എക്സോസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. എങ്ങനെ എൻ്റെ കുടുംബജീവിതം നല്ലതാക്കാമെന്ന് തുടർമാനമായി വഴികൾ അന്വേഷിച്ച് നടക്കുമ്പോൾ കൂട്ടാളി റിലാക്സ് ചെയ്തിരുന്ന് ഒന്നിനും പ്രാധാന്യം കൊടുക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയുള്ള ജീവിതങ്ങളാണ് കൂടുതൽ നമ്മളെ ചുറ്റുപാടും കാണുന്നത്. പക്ഷേ തുടക്കത്തിൽ ചിലപ്പോൾ 2 പേരും ഒരുപോലെ കുടുംബജീവിതം പണിയപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കും. കാരണം ബോത്ത് വോണ്ട് ആൻ ഔസം മാരേജ്. നല്ല കുടുംബജീവിതം എല്ലാവരും പറയണമെന്നും അവർക്ക് ആഗ്രഹം കാണും. അതുപോലെ അവർ ശ്രമിക്കും. പക്ഷേ ഓട്ടം തുടങ്ങുമ്പോൾ എന്താണെന്നറിയാമോ? ഒരാൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ തുടങ്ങും ആ ഓട്ടത്തിൽ നിന്ന്. മറ്റേയാൾ ശക്തിയോടെ runs harder and harder. റിയാലിറ്റി എന്താണെന്നറിയാമോ? ഒരാൾ തന്നെ പരിശ്രമിച്ചാൽ ഒരിക്കലും കുടുംബജീവിതം നല്ലതാകത്തില്ല. ദൈവത്തിൻ്റെ പ്ലാൻ തന്നെ എന്തായിരുന്നു? ടു ബിക്കം വൺ. There are 2 halves to the one, and one half can never achieve oneness on their own. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കട്ടെ. എന്നാൽ ഹോപ്പുണ്ടോ? യെസ്, ഉണ്ട്. എവിടെയാണ് തുടങ്ങിയത്?
നമുക്ക് നമ്മുടെ സൃഷ്ടാവിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലാം. നമുക്കറിയാം, കുടുംബജീവിതത്തിൽ സർവൈവ് ചെയ്യണമെന്നല്ല യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം ഒക്കെ കുടുംബജീവിതത്തിൽ ത്രൈവ് ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. പറ്റുന്നില്ലെങ്കിൽ ആ പ്രോസസ്സിലേക്ക് പ്രിയ കർത്താവിനെ ക്ഷണിക്കുക. ആ പ്രോസസ്സിലേക്ക് അവനെ ക്ഷണിക്കുക. കർത്താവിനോട് പറ, കർത്താവേ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഞാൻ മുറിപ്പെട്ടു പോവുക, പരാജയപ്പെട്ടു പോവുക സമ്മതിക്കാം അവൻ്റെ മുമ്പിൽ. ചിലപ്പോൾ നിനക്കെല്ലാത്തിനും ഉത്തരം കൈ കാണത്തില്ലായിരിക്കും, പക്ഷേ എൻ്റെ യേശു കർത്താവിൻ്റെ അടുത്ത് ഉത്തരമുണ്ടെന്നേ. അവൻ ഉത്തരം തരും. അവനോട് ജ്ഞാനം ചോദിക്കുക, അവൻ തരും. യാക്കോബ് 1:5, ജെയിംസ് ചാപ്റ്റർ 1:5 ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. തീർച്ചയായും ദൈവകരങ്ങളിൽ കുടുംബജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ ഓർത്തിരിക്കാൻ 1-2 കാര്യം പെട്ടെന്ന് പറയട്ടെ. കുഞ്ഞെ, നിൻ്റെ എല്ലാ കൺസേൺസും, എല്ലാ വേദനയും, എല്ലാ വെല്ലുവിളികളും ദൈവത്തെ ഏൽപ്പിക്കുക. രണ്ടാമത്, ദൈവത്തോട് പറ, ദൈവമേ, നീ എന്നെ ലീഡ് ചെയ്യണമേ. എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും നീ ഗൈഡ് ചെയ്യണമേ. നീ എനിക്ക് ഹോപ്പ് തരണമേ. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂട്ടാളിക്കും നല്ല പ്രത്യാശ തന്ന് സന്തോഷത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായും ദൈവം അങ്ങനെ തന്നെ ചെയ്യും. 1 കൊരിന്ത്യർ 10-ാം അതിൻ്റെ 31-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 1 Corinthians chapter 10 verse 31 ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. പറ്റുമോ? അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നാം തീർച്ചയായിട്ടും ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട് തീരുക. അത് പിതാവാം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. 1-sided മാരേജ് ആണെന്ന് തോന്നിയാൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. നമ്മുടെ ബേർഡൻ അവൻ അവൻ്റെ തോളിൽ വഹിക്കും. വാട്ട് ഗോഡ് വാണ്ട്സ് ഈസ് ഫോർ യുവർ വേർഡ്സ്, തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ടു ഹോണർ ഹിം. നാം അവനെ ബഹുമാനിക്കുന്നവരായി തീരണം. പറ്റുമോ? അങ്ങനെ ചെയ്യുമ്പോൾ, കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു റെസ്റ്റ് കിട്ടും. ഇതത്ര ഈസിയാണെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം പിശാച് അതിനൊന്നും നമ്മെ സമ്മതിക്കത്തില്ല. നാം നമ്മോട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഷാഡോ ബോക്സിങ് പോലെയാവും. നമ്മൾ തന്നെ ആ ഫൈറ്റിൽ താന്നു പോത്തേ ഉള്ളൂ, ക്ഷീണിച്ചു പോത്തേ ഉള്ളൂ, ജയമില്ലാത്തവരായി പോത്തേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. നമ്മളിപ്പോൾ വായിച്ച കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യം നമ്മളോട് പറയുന്നത്, എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വം കൊടുക്കണം. അത് നമ്മുടെ മാരേജ് ലൈഫിലേക്ക്, നമ്മുടെ കുടുംബജീവിതത്തിലേക്കും കൂടെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. നമ്മൾ വളരാനും ദൈവം എന്തിനു വേണ്ടി നമ്മെ സൃഷ്ടിച്ചോ ആ ഉദ്ദേശം നിറവേറ്റി എടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനും ഒക്കെ നാം ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. യഹോവയുടെ പ്രസാദം നമ്മിൽ വരും. ഒന്നും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നില്ല. പ്രൈസ് ഗോഡ്. ഞാൻ എപ്പോഴും ഭാവിച്ചതിന് ഒരു നല്ല ഭാര്യയായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നാം എല്ലാം അങ്ങനെ അല്ലേ? അങ്ങനെ ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുമ്പോൾ കർത്താവ്, അവനോട് നാം അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് അത് തീർച്ചയായും അങ്ങനെ തന്നെ ആക്കിത്തീരും. അങ്ങനെ ആയിത്തീരണ്ടേ? എന്നാൽ ഭർത്താവ് എന്ന നിലയിലുള്ള റോള്, ഭാര്യ എന്ന നിലയിലുള്ള റോള് നാം ഭംഗിയായി ചെയ്യുമ്പോഴുണ്ടല്ലോ, തീർച്ചയായും
ബാക്കി കാര്യം ദൈവം ചെയ്തോളും. സ്നേഹം വർദ്ധിച്ചു വരും. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ വർദ്ധിച്ചു വരും. അതെല്ലാം സ്നേഹത്താൽ പുതിയപ്പെട്ടതായിരിക്കും. അതെല്ലാം ദൈവത്തിന് പ്രസാദവുമായി തീരും. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ നിറയ്ക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. കണ്ണുകളടയ്ക്കാം. കർത്താവേ, ജഡാഭിലാഷം ജഡാഭിലാഷത്തിനും എതിരായി നിൽക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മാവിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ, ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.